എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കോക്കനട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉഴുന്നൊന്നും ചേർക്കാതെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ 1 കപ്പ് വെളുത്ത അവൽ, 1 കപ്പ് നാളികേരം ചിരകിയത്, പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിപ്പോൾ നാളികേരത്തിൻ്റെ വെള്ളമാണ് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്നത്. നാളികേരത്തിൻ്റെ വെള്ളം വേണമെന്നില്ല, ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ 1 കപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ 2ാം ട്രിപ്പും കൂടി അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കൈ വെച്ച് മിക്സാക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പുളിച്ച് വന്നാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂർ നേരം വയ്ക്കാം. ഞാനപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മാവ്. അപ്പോൾ ഒരു 5-8 മണിക്കൂർ നേരത്തിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഒരുപാട് പൊന്തി അങ്ങനെ വരില്ല, ഏകദേശം കുറച്ചിങ്ങനെ പൊന്തി വരും. കാരണം നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പൊന്തി വിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. ഇതുപോലെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തവി ഒഴിച്ചെടുത്തിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നമ്മളൊരു തട്ടുദോശ രീതിയിലാണ് കേട്ടോ ഈ ദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് ഒന്ന് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ദോശ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തിരിച്ചിടണമെങ്കിൽ തിരിച്ചിടാം, ഞാനപ്പോൾ തിരിച്ചിടാതെ തന്നെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2ാം തവണയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദോശ തയ്യാറാക്കുമ്പോൾ നെയ്യൊക്കെ ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ ഇതിൽ നെയ്യൊന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടോ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഉഴുന്നില്ലാതെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കോക്കനട്ട് ദോശയാണ്. നമുക്ക് ചമ്മന്തിയുടെയും സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നല്ലൊരു രൂപമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരും.